ഹലോ ഫ്രണ്ട്സ് ഇൻഫോ പെറ്റ്സിലേക്ക് സ്വാഗതം. തത്തകൾ എന്തുകൊണ്ടാണ് കടിക്കുന്നതെന്നും ഈ തത്ത കുഞ്ഞുങ്ങൾക്ക് കൊത്താള ടെൻഡൻസി അതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് വളർത്തിയെടുത്ത നല്ല ടേമഡ് തത്ത കുഞ്ഞുങ്ങൾ പോലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഒരു വയസ്സിന്റെ ഉള്ളിൽ പ്രായമായ ഏത് തരം തത്തകളായിക്കോട്ടെ ഈ കടിക്കുന്ന സ്വഭാവത്തെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് മാറാനുള്ള കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് ഫീഡ് പീരീഡ് പോലെ തന്നെ അത്രത്തോളം അല്ലെങ്കിലും കൂടി അത്യാവശ്യം നല്ല കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് ഹാൻഡ് ഫീഡിൽ നിന്ന് മാറി സെൽഫ് ഫീഡിലേക്ക് മാറുന്ന ഒരു ടൈം. അവിടെ നമ്മൾ കൊടുക്കുന്ന കെയറിന്റെ പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ നമ്മൾ തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ടിങ്ങിൻ്റെ ഒക്കെ കുറവ് കൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈ കൊത്തുന്ന സ്വഭാവത്തിലേക്ക് അവർ മാറിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്തിൽ ബോക്സിലൊക്കെ ആയിരിക്കും ആക്കിയിട്ടുണ്ടാവുക. അവിടുന്ന് ഒരു 2-3 മാസം ആകുമ്പോൾ നമ്മൾ കേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ അവർക്ക് കംഫർട്ട് ആകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നത് കൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കൊത്തുന്ന സ്വഭാവത്തിലേക്ക് അവർ മാറിയിട്ടുണ്ടാവുക. പിന്നെ നമ്മളിന്ന് വരുന്ന മിസ്റ്റേക്ക്, നമ്മൾ തുടക്കത്തിൽ കൂട്ടിൽ വെച്ച് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ തുടക്കമായതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ വരുമ്പോൾ നമ്മളത് കൊത്താൻ വരിക എന്നുള്ള പേടി കൊണ്ട് കൈ ബാക്കിലേക്ക് വലിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കൊത്തുമ്പോൾ ചെറിയ വേദന ഒക്കെ ഉണ്ടാകും. കഴിയുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ വെക്കാൻ ശ്രമിക്കണം. ഒരു പക്ഷേ നമ്മളെ കൈ പിടിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. കാരണം അവരുടെ മൂവ്മെന്റുകൾ അങ്ങനെയാണ്. ഈ വിരലുകൾക്കൊപ്പം ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് തന്നെയാണ് അവർ മൂവ് ചെയ്യാറ്. അവിടെ നമ്മൾ കൈ ബാക്കിലേക്ക് വലിക്കുമ്പോൾ അവർക്ക് ഒരു കൊത്താനുള്ള ഒരു പ്രവണത ഉണ്ടാകും. പിന്നീട് അത് അവരുടെ ഒരു ഹാബിറ്റ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് മാറ്റിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ കൂട്ടിൽ വെച്ചിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് കൂട്ടിൽ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക. ഫുഡ് കൊടുക്കുന്നത് കൂട്ടിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഈ തത്തകളുടെയൊക്കെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്ന സമയതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരമായി ഇങ്ങനെ കൂട്ടിൽ നിന്ന് പുറത്തെടുത്ത് ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാകും. നിങ്ങളെ കൈയേറ്റുള്ള പേടി അവർക്ക് മാറിക്കിട്ടും. കൈയേറ്റുള്ള പേടി മാറിക്കിട്ടിയാൽ അവർ ആ കൊത്തുന്ന സ്വഭാവം പതിയെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരെന്തെങ്കിലും എൻഗേജായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് എടുക്കാൻ ശ്രമിക്കരുത്. അതേപോലെ നിങ്ങൾ പിന്നിൽ നിന്ന് പോയിട്ട് പിടിക്കാൻ ശ്രമിക്കരുത്. അവർ കാണുന്ന രീതിയിൽ അവരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കൈ കാണിച്ച് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ ഫ്രീ ആക്കിയ രീതിയിൽ എടുക്കരുത്. കാരണം തത്തകൾക്ക് കടിക്കുക എന്നുള്ളത് അവരുടെ ജനറ്റിക് സ്വഭാവമാണ്. അത് കടിച്ചു തുടങ്ങിയാൽ പിന്നെ അതൊരു ശീലമാവും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുക. അതേപോലെ ഇങ്ങനെ കമഴ്ത്തിയിട്ട് ഇങ്ങനെ എടുക്കുക. അത് ലോക്ക് ചെയ്തിട്ട് ഫിംഗറൊക്കെ കുറച്ച് ഓപ്പൺ ആക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുക. പിന്നെ വേണമെങ്കിൽ കമ്മിറ്റി ഇങ്ങനൊക്കെ എടുക്കുക. നിങ്ങൾ വിരൽ ഫ്രീ ആക്കിയ രീതിയിൽ എടുക്കരുത്. പിന്നെ ഇതൊക്കെ ഒരു ടൈം ആവണ വരെ മാത്രമേ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ടൈം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ അവരായിട്ടൊക്കെ നിങ്ങൾ കൂടുതൽ സമയം ഇടപഴകാനും അവരായിട്ട് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ തത്തകളുടെ ഈ കൊത്തുന്ന സ്വഭാവത്തൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് അവരെ ഇണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.